താൻ മതിയാ ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ആശ്വാസം എന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ കാരൂരുൾ നേടും വേളകളിൽ പാദം ചേർന്നിടും ഞാൻ കോരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ പാണിയാൽ പാടുള്ള പാണിയാൽ കരുണാനിറഞ്ഞവൻ കാക്കുമെന്നെ കാലേറും പാണിയാൽ പാടുള്ള പാണിയാൽ കരുണാനിറഞ്ഞവൻ കാക്കുമെന്നെ ആശ്രയമേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഹല്ലേലൂയ. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമത്തിൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത്തെ പകൽക്കാലവും ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വന്ന് കർത്താവിനെ പാടി സ്തുതിപ്പാനും അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനും സർവകൃപാലുവായി ഒരിക്കൽ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. എന്ന് പകൽക്കാലം ദൈവ സാന്നിധ്യത്തിന്റെ മറവിലായിരിക്കാൻ ദൈവം നമ്മെ സഹായിച്ചു. തുടർന്ന് അല്പമായ വചനങ്ങളെ ചിന്തിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് അവസാനിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-7 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായം അതിന്റെ 6-7. ഇവിടെ ദൈവത്തിന്റെ ദാസനായിരിക്കുന്ന പൗലോസ്ലീഹ തന്റെ ആത്മാവിൽ നിജപുത്രനായിരിക്കുന്ന ആത്മാവിൽ താൻ ജനിപ്പിച്ച ആ തീമോഥെയോസിനൊക്കെ ലേഖനം എഴുതുമ്പോൾ താൻ ഇപ്രകാരം എഴുതുകയാണ്. 2 തീമോഥെയോസിന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വരുമ്പോൾ ദൈവത്തിന്റെ അഭിഷിക്തനായ പൗലോസ്ലീഹ വിളിച്ചു പറയുകയാണ്, ഞാനോ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി ഒഴിക്കപ്പെടാൻ പോകുക. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഇപ്പോൾ തന്നെ പാനീയ യാഗമായി തീരാൻ പോകുക. അത് മാത്രമല്ല, എന്റെ നിര്യാണ കാലം അടുത്തു. പ്രൈസ് ദി ലോർഡ്. തന്റെ മരണത്തെ കുറിച്ചുള്ള അവസാന നിമിഷങ്ങളിൽ ഒരു ഉറപ്പ് പ്രാപിച്ചിട്ട് ആ അവസാന നിമിഷങ്ങളിൽ തന്നെ ആത്മാവിൽ ജനിപ്പിച്ച തന്റെ മകനായിരിക്കുന്ന തീമോഥെയോസിനോട് വിളിച്ചു പറയുക, അല്ലയോ മകനെയോ തീമോഥെയോസേ, ഞാൻ ഇപ്പോൾ പാനീയ യാഗമായി മാറാൻ പോകുക. ആമേൻ. ഇത്രയും നാൾ വരെ ഞാൻ നിന്നോടുണ്ടായിരുന്നു. നിന്നെ വിട്ടുപിരിഞ്ഞ് കുറെ കാലങ്ങൾ കാരാഗ്രഹത്തിലായിരുന്നു. എന്നാൽ കാരാഗ്രഹത്തിന്റെ ഉള്ളറയിൽ കിടന്നുകൊണ്ട് ആ നിജപുത്രനായ ആത്മാവിൽ ജനിപ്പിച്ച മകനായ തീമോഥെയോസിന് ഈ ലേഖനം എഴുതുമ്പോൾ ആ മകനോട് പറയുകയാണ്, ഞാൻ ഇപ്പോൾ പാനീയ യാഗമായി ഒഴുക്കപ്പെടാൻ പോകുക. എന്റെ നിര്യാണ കാലവും അടുത്തു. അടുത്തത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസത്തെ കാത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അഭിഷേകത്തിന് അവിടെ വ്യക്തമായി വെളിപ്പെടുത്തുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു. എന്നെ സ്വർഗീയ ദൈവം വിളിച്ചാക്കി വെച്ച വേളയില് ദൈവത്തിന്റെ ആത്മനിയോഗത്തോട് ഞാൻ യാത്ര ചെയ്ത് ദൈവരാജ്യത്തിന് വേണ്ടി പൊരുത്, ദൈവരാജ്യത്തിന് വേണ്ടി ഓടി ദൈവരാജ്യത്തിന്റെ മഹത്വത്തിനായി ഞാൻ ഇടയായി തീർന്നു. എന്റെ നല്ല പോർ ഞാൻ പൊരുതു. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസത്തോടെ പ്രത്യാശയോട് പറയുകയാണ്, മോനെ തീമോഥെയോസേ,
ഞാൻ നല്ല പോർ പൊരുതു, എന്റെ ഓട്ടത്തെ ഞാൻ തികച്ചിരിക്കുന്നു. ഞാൻ ഡെമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ചോ സ്വർഗത്തിലെ ദൈവം എന്നെ തിരഞ്ഞെടുത്ത ആ സമയം മുതൽ ഞാൻ ഓടുവാൻ തുടങ്ങി. ഓടി 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 ഇതാ എന്റെ ഓട്ടത്തെ ഞാൻ തികച്ചിരിക്കുന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എന്റെ വിശ്വാസത്തെ ഞാൻ കാത്തു. ഇതിനായി എന്നെ വിളിക്കപ്പെട്ടു, ഇതിനായി എന്നെ തിരഞ്ഞെടുത്തുകൊണ്ടു. ആ വിശ്വാസത്തെ ഞാൻ കാത്തു ഇതാ മരണത്തിന്റെ ആ നിമിഷം വരെ ഞാൻ ആയിരിക്കുക. പകൽക്കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനമേ, ഹല്ലേലൂയ, വിശ്വാസ ജീവിത യാത്രയില് പ്രകാരമുള്ള ഒരു ഉറപ്പ് പ്രാപിപ്പാൻ നമ്മെ കൊണ്ട് കഴിയുമോ? ഹല്ലേലൂയ, ഞാൻ നല്ല പോർ പൊരുത് തീർന്നെന്ന് നമുക്ക് പറയുവാൻ കഴിയുമോ? ഉല്ലാസമായി ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവമായിട്ടുള്ള ആ വ്യക്തി ബന്ധത്തിലായിരിക്കുന്ന ഒരു ഭക്തന് ഒരു ഭക്തിക്ക് പറയുവാൻ കഴിയൂ, ആമേൻ, ക്രിസ്തുവിന് വേണ്ടി ഞാൻ നല്ല പോർ പൊരുതു, അല്ല ദൈവരാജ്യത്തിന് വേണ്ടി നല്ല പോർ പൊരുതു. ഇതാ എന്റെ അവസാന സമയം അടുത്തിരിക്കുന്നെന്ന് പറഞ്ഞ് പ്രത്യാശയോട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുവാനിടയാവും. അങ്ങനെ മരിച്ച അനേക ഭക്തന്മാരെ കുറിച്ച് കേൾപ്പാനിടയായിട്ടുണ്ട്. അനേകര് അപ്രകാരം ഈ ഭൂമിയിൽ നിന്ന് മരിച്ച മാറ്റപ്പെട്ട ആ ഭക്തന്മാരെ കുറിച്ച് കേൾപ്പാനിടയായിട്ടുണ്ട്. ഇവിടെ 3 കാര്യങ്ങളാണ് പൗലോസ് വെളിപ്പെടുത്തുന്നത്. ഞാൻ നല്ല പോർ പൊരുതു. ഹല്ലേലൂയ. പൊരുതണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനുവേണ്ടി പ്രയാസപ്പെടണം. പൊരുതുക എന്ന് പറയുന്നത് ആമേൻ നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അതിനുവേണ്ടി താൻ പ്രയത്നിച്ച് അത് പൊരുതു പ്രാപിപ്പാനിടയാ. ഞാൻ നല്ല പോർ പൊരുതു, എന്റെ വിശ്വാസ ഓട്ടം തികച്ചു, എന്റെ വിശ്വാസത്തെ ഞാൻ കാത്തിരിക്കുന്നു. അടുത്തത്, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എന്റെ ഓട്ടം തികച്ചത് കൊണ്ട് മകനെ, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആ നീതിയുടെ കിരീടം എനിക്ക് വേണ്ടി സ്വർഗ്ഗം കരുതി ഒരുക്കി വെച്ചിരിക്കുക. അത് എനിക്ക് വേണ്ടി മാത്രമല്ല, വായിച്ചാണ്, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് തരും. ഇപ്പോൾ എന്റെ മേലത് ലഭിക്കുമെന്നല്ല പറഞ്ഞതോ, ഇപ്പോൾ ഞാൻ അത് പ്രാപിക്കുമെന്നല്ല പറഞ്ഞതോ. നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ, ഏത് ദിവസത്തിൽ തന്റെ മഹത്വ പ്രത്യക്ഷതയുടെ കാഹളം ഊതുന്ന ആ സമയത്ത് എന്റെ മേൽ ആ നീതിയുടെ കിരീടത്തെ വെച്ച് വരും. അത് മാത്രമല്ല, എനിക്ക് മാത്രമല്ല, ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വച്ചിരിക്കുന്ന എല്ലാവർക്കും ലഭിക്കും. ഹല്ലേലൂയ. ആരെല്ലാം ഈ ലോകത്തിൽ എത്ര കോടി ജനങ്ങളോ കാൽവരിനാഥന്റെ മഹത്വ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്നുവോ, ആ പ്രത്യക്ഷതയിൽ അവനോട് ചേർന്ന് പറന്നുയരുവാൻ എത്ര പേർ തയ്യാറായിരിക്കുന്നുവോ, അവർക്കെല്ലാം നീതിയുടെ കിരീടം ഈ ലോകമാകുന്ന ജീവിത കടലില്, ഈ ലോകമാകുന്ന സാഗരങ്ങളെ കൊണ്ട് നിറഞ്ഞ ഈ കടലില് ഓടിയ ഓട്ടം തികച്ചതിന്റെ ആ നീതിയുള്ള കിരീടം ലഭിക്കുന്ന നാള്, അത് യേശുവിന്റെ മഹത്വ പ്രത്യക്ഷത നാളാണ്. ഇവിടെ പൗലോസ് വെളിപ്പെടുത്തുകയാണ്, ഞാൻ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ട് എനിക്ക് മാത്രമല്ല, അത് കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന എല്ലാവർക്കും കർത്താവ് കൊടുക്കാൻ പോവുകയാണ്. ഈ ഭൂമിയിലെ ഒന്നുമല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്, പിന്നെയോ നിത്യതയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യ സൗഭാഗ്യത്തിൽ നമുക്ക് ലഭിക്കുന്ന ശ്രേഷ്ഠത, മാന്യത, അതാണ് നാം നോക്കേണ്ടത്. എന്തുകൊണ്ടാണ് പൗലോസ് ഈ തീമോഥെയോസിനോട് ഇപ്രകാരം പറയുവാൻ ഇടയായത്? തീമോഥെയോസിനെ ഒന്നുകൂടെ വിശ്വാസത്തിൽ ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തീമോഥെയോസിനെ വചനത്തിൽ ഒന്നുകൂടെ ദൃഢധൈര്യമുള്ളവനാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. തീമോഥെയോസിനോട് വചനത്തിന്റെ ആഴങ്ങള് ഒന്ന് വിവരിച്ചു പറഞ്ഞ് അതിൽ അവനെ ഉറപ്പിച്ച് ഇനിയും ഒന്നുകൂടെ പ്രത്യാശയിലേക്ക് തീമോഥെയോസിനെ പിടിച്ചിറക്കിയിട്ട് അവസാനമായി പൗലോസ് പറഞ്ഞതായ കാര്യമാണ് നാം വായിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. വായിക്കാം 3-ാം അധ്യായം അതിന്റെ 1-ാം വാക്യം വായിക്കാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്നറിയുക. പ്രൈസ് ദി ലോർഡ്. തീമോഥെയോസിനോട്
ദൈവത്തിന്റെ ദാസനായ പൗലോസ്ലീഹ പറയുകയാണ്, മകനെ തീമോഥെയോസേ, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. ഹല്ലേലൂയ. നല്ല സമയമായിരിക്കത്തില്ല അന്ത്യകാലം. പ്രൈസ് ദി ലോർഡ്. ഇത് അന്ത്യകാലത്തിന്റെ ലക്ഷണമാണ്. ഇപ്പോൾ നാം ആയിരിക്കുന്ന ഈ ലോകത്തിന്റെ കാലഗതികളെ നോക്കുമ്പോൾ ഇതൊരു അന്ത്യകാല ലക്ഷണമാണ്. ദുർഘട സമയങ്ങള്, ലോകത്തിൽ നിന്ന് വരെ ഭവിച്ചിട്ടില്ലാത്തതോ, ലോകത്തിൽ നിന്ന് വരെ കണ്ടിട്ടില്ലാത്തതോ, ലോകത്തിൽ നിന്ന് വരെ കേൾക്കപ്പെടാത്ത കാര്യങ്ങളോ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുക. Praise the Lord. Hallelujah. അനേക മാറാവ്യാധികൾ ലോകത്ത് വന്നിട്ടുണ്ട്. ആമീൻ. അതെല്ലാം വന്ന് ഈ ഭൂമി വിട്ട് മാറിപ്പോയിട്ടുണ്ട്. എന്നാൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് മർക്കോസിന്റെ മാളികമുറിയിൽ ആരംഭിച്ച ദൈവസഭ ഇത്രത്തോളം നാൾ അടച്ചിടപ്പെട്ട ഒരു സാഹചര്യം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ലോകത്തിലെ അമ്പലങ്ങൾ മൂടപ്പെട്ട് കിടക്കേണ്ട ഒരു സാഹചര്യം ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഹല്ലേലൂയ. ഈ ഇത്രത്തോളം 2000 വർഷത്തോളം പിന്നിട്ട് വരുമ്പോൾ ലോക ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്ത അനിഷ്ട സംഭവങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ അതല്ല പൗലോസ് വെളിപ്പെടുത്തുന്നത്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ ഉണ്ടാകും. ആമേൻ. അടുത്തത്, മനുഷ്യൻ സ്വസ്നേഹികളും ദൈവീയാഗ്രഹികളും പമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അചിന്ത്യന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളോ ദ്രോഹികളും ദാസ്യക്കാരും നിഗളികളുമായി ദൈവത്തിന്റെ അഭിഷേകം താൻ ആത്മാവിൽ ജ്വലിപ്പിച്ച തന്റെ നിജപുത്രനോട് പറയാം, അവന് അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ ഉണ്ടാകും. അത് മാത്രമല്ല, മനുഷ്യൻ സ്വസ്നേഹികളായി മാറും. സ്വസ്നേഹികളായി മാറിയിട്ട് മനുഷ്യനിൽ ചിലവിധമായ കാര്യങ്ങൾ കാണപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വസ്നേഹിയും അതിനോടുകൂടെ ദൈവീയാഗ്രഹം. പ്രൈസ് ദി ലോർഡ്. സ്വസ്നേഹം, ഞാന്, എന്റേത്, എന്റെ കുടുംബം, എന്റെ മക്കൾ, എന്റെ ഭാര്യ, എന്റെ സഭ, ഈ ഒരു ചിന്താഗതി സ്വസ്നേഹം. ആമീൻ. ആര് പട്ടിണിയായിരുന്നാലും, ആര് ദാരിദ്ര്യത്തിലായിരുന്നാലും, ആര് രോഗിയായി കിടന്നാലും ഞാൻ എന്നുള്ള ചിന്താഗതി. പ്രൈസ് ദി ലോർഡ്. സ്വസ്നേഹം. അതോടുകൂടെ അവർക്ക് ദൈവീയാഗ്രഹമുണ്ട്. ഇന്ന് ലോകത്ത് നാം ചിന്തിച്ചു നോക്കിയേ, ഇന്നത്തെ ലോകം അങ്ങനെയല്ലേ? മനുഷ്യൻ എന്നാ ചെയ്യുന്നത്? ഹല്ലേലൂയ. സ്വസ്നേഹികളാണ്. പണമുള്ളവർ പണമുള്ളവരോട് എന്നെയും ചേർന്ന് നടക്കും. പണമില്ലാത്തവരോട് അവർ നോക്കത്തില്ല. കാറുണ്ടോ? ആമേൻ. കാറുള്ളവരോട് ചേർന്ന് നടക്കും. ഹല്ലേലൂയ. ആമേൻ. ഏതെങ്കിലും കഴിവുകൾ ഉള്ളവരോടുകൂടെ അപ്രകാരമുള്ളവർ ചേർന്ന് കിടക്കും. ആമേൻ. എന്നാൽ പൗലോസ് പറയുകയാണ്, ഇവിടെ പലവിധമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് വിശദീകരിച്ച് പറയണമെങ്കിൽ ഇന്ന് പകൽക്കാലം സമയമില്ല. 2 മണിക്കൂറെങ്കിലും എന്ന് പറഞ്ഞെങ്കിൽ അതെല്ലാം പറയുവാൻ കഴിയത്തുള്ളൂ. എന്നാൽ പൗലോസ് അവിടെ പറയുന്നത് ദാസ്യക്കാരും നിഗളികളുമായി. പ്രൈസ് ദി ലോർഡ്. അതിന്റെ 4-ാമത്തെ വാക്യം, ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാസ്യക്കാരും. ഹല്ലേലൂയ. 4-ാം വാക്യത്തിൽ ഉഗ്രന്മാര്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ മനുഷ്യൻ എങ്ങനെയുള്ള മനുഷ്യനാണ്? ഉഗ്രന്മാരാണ്. ഉഗ്രന്മാര്. ഹല്ലേലൂയ. ആരെ അടിക്കണമോ, ആരെ തകർക്കണമോ, ആരെ വെട്ടണമോ. ഹല്ലേലൂയ. ആത്മീയ കോളത്തിലാണെങ്കിലും ആരെ താഴെ തള്ളിയിടണമോ ഉഗ്രഭാഗത്തോട് നടക്കുന്നവർ ഉഗ്രന്മാരും. ആമേൻ. സൽഗുണദോഷികൾ. ആമേൻ. സൽഗുണമില്ല അവരില്. അതിന്റെ ദോഷികളാണ് അവര്. സൽഗുണദോഷികളും ദ്രോഹികളും. ദ്രോഹം ചെയ്യുന്നവരായി, സൽഗുണത്തില് സൽഗുണം കാണിക്കുവാൻ കഴിയാത്ത അതിന്റെ ദോഷികളായി. ആമേൻ. ദ്രോഹികളായി, ദാസ്യക്കാരായി. എന്നിട്ട് പറയാണ്, നിഗളികളുമായി, ദൈവപ്രിയമില്ലാതെ ഭോഗപ്രിയരായി മാറിക്കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ.
ദൈവപ്രിയമില്ലാமல் ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിച്ചുകൊണ്ട് ഓടിക്കൊണ്ടിരിക്കുകയാ. ഇന്നത്തെ ആത്മീയ ഓളം നോക്കുമ്പോൾ പാട്ടുണ്ട്, ആരാധനയുണ്ട്, പ്രവചനമുണ്ട്, ദൂതുണ്ട്, ദൈവവചന ശുശ്രൂഷയുണ്ട്, എല്ലാം ഉണ്ട്. ആത്മാവിന്റെ ഇളക്കപ്പെരുപ്പം കാണിക്കുന്നുണ്ട്. ஆனால் ദൈവത്തിന്റെ വചനം പറയുന്നു, ഭക്തിയുടെ വേഷം ധരിച്ചിട്ട് അതിന്റെ ശക്തിയെ ത്യജിച്ചിരിക്കുന്നവരാണ്. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ ആഴം എന്തെന്ന് തിരിച്ചറിയുവാൻ കഴിയാതെ, തിരിച്ചറിവുണ്ട് എന്നാൽ ആ ആഴങ്ങളിലേക്ക് ഇറങ്ങുവാൻ കഴിയാതെ, ഭക്തിയുടെ വേഷത്തിൽ ചിലതൊക്കെ കാട്ടിക്കൂട്ടി, ചില പ്രഹസനങ്ങളൊക്കെ കാണിച്ച് ഹല്ലേലൂയ ആമേൻ അപ്രകാരമായിരിക്കുന്ന ഒരു കൂട്ടം ജനം. പൗലോസ് പറയാ, നീ എന്തോ ചെയ്യണം? അങ്ങനെയുള്ളവരെ വിട്ടൊഴിയണം. മകനെ, ഇത് അന്ത്യകാലമാണ്, അന്ത്യകാലം. ഇന്ന് പകൽക്കാലം വരെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ ജനമേ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവില്, പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽക്കാലം ശക്തമായി എന്നോട് നിങ്ങളോട് ഇടപെടുന്നത്, ലോകത്തിൽ ഭോഗപ്രിയരായി നടക്കുന്നവരെ വിട്ടൊഴിയണം. ആമേൻ. നിഗളികളായി ഭോഗപ്രിയരായി ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ ത്യജിച്ചിട്ട് നടക്കുന്നവരോട് ചേർന്ന് നാം ഐക്യപ്പെട്ട് ആരാധന കഴിച്ചു പോകരുത്. നാം തിരിച്ചറിയണം. അതിനാണ് നമുക്ക് വിവേചന വരം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ വരങ്ങളിൽ വിവേചന വരം നാം പ്രാപിക്കണം. നമ്മോട് കൂടെ വരുന്നവരെ ആര്, നമ്മോട് ചേർന്ന് നിൽക്കുവാൻ വരുന്നവരെ ആരെന്നുള്ള വിവേചിച്ചറിയുവാനുള്ള വിവേചന വരം. പൗലോസ് പറയാ, ഇങ്ങനെയുള്ളവരെ വിട്ടൊഴിവീൻ. പ്രൈസ് ദി ലോർഡ്. വായിക്കാൻ നമുക്ക് അതിന്റെ 12ാം വാക്യം പെട്ടെന്ന് വായിച്ചാട്ടെ. ഇവിടെ ദൈവത്തിന്റെ അഭിഷേകത്തിൽ പറയുകയാണ്, എന്നാൽ യേശു ക്രിസ്തുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും ഉപദ്രവമുണ്ട്, ഉപദ്രവമുണ്ട്. അങ്ങനെ യേശുവിൽ യഥാർത്ഥമായി ഭക്തിയോട് ജീവിപ്പാൻ നീ ആഗ്രഹിച്ചാൽ, ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ ആത്മാവിന്റെ ഹിതത്തിന് തക്കവണ്ണം ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവ ആത്മ നിയോഗത്തോട്, ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വൈദ്യുതി, നിനക്ക് ഉപദ്രവമുണ്ട്, നിനക്ക് ഉപദ്രവമുണ്ട്. ഹല്ലേലൂയ. ദൈവ വചനത്തിൽ ഉറച്ചിരിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവിൽ ഉറച്ചിരിക്കുന്ന, ദൈവവുമായിട്ട് അഭേദ്യ ബന്ധമുള്ള നിന്റെ ജീവിതത്തിനെതിരായി ശത്രു അവന്റെ വെല്ലുവിളികളുമായി, അവന്റെ പദ്ധതികളുമായി കടന്നു വരൂ. അവൻ നിന്നെ പരാജയപ്പെടുത്തുവാൻ അവൻ നിനക്കെതിരായി പോരാടിക്കൊണ്ടുവരൂ. എന്നാൽ ദൈവത്തിന്റെ അഭിഷേകൻ പറയുക, ഉപദ്രവമുണ്ട്. ഉപദ്രവം ഇല്ലെന്നല്ല പറയുന്നത്. ഹല്ലേലൂയ. ഉപദ്രവമുണ്ട്. ആർക്കാ? ക്രിസ്തുവേശുവിൽ ഭക്തിയോട് ജീവിക്കുന്നവർ. ക്രിസ്തുവിൽ ജീവിക്കുന്നവർക്കല്ല, ക്രിസ്തുവേശുവിൽ ഭക്തിയോട്, ഭക്തിയോട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവ ഭക്തിയോട്, ഹല്ലേലൂയ, ജീവിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഉപദ്രവം. ഹല്ലേലൂയ. നീ ഭക്തിയുള്ളവളാണോ, ഭക്തിയുള്ളവനാണോ, നിനക്ക് ഉപദ്രവം വന്നിട്ടേ ഇരിക്കും, പോരാട്ടം വന്നിട്ടേ ഇരിക്കും. എന്നാൽ പോരാട്ടം വന്നാലും അത് നിന്നെ ജയിക്കുകയില്ല. കാരണം നിന്റെ ഉള്ളിലിരിക്കുന്ന ആരാണ്? ആമേൻ, ആത്മാവ്. ആമേൻ, ശക്തിയുടെയും ബലത്തിന്റെയും ആത്മാവാണ്, ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാവാണ്. ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ നടുവിലും പരിജ്ഞാനത്തോട് നിൽപ്പാൻ, ആമേൻ, പ്രാർത്ഥിച്ചു മുന്നേറുവാൻ, ആരാധിച്ചു മുന്നേറുവാൻ, വചനം ധ്യാനിച്ചു മുന്നേറുവാൻ നിന്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവ് ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്. അത് ശക്തിയുടെയും വിവേകത്തിന്റെ ആത്മാവാണ്. അതുകൊണ്ട് നമ്മെ പരാജയപ്പെടുത്തുവാൻ ഒരു ദൂതനും കഴിയില്ല, ഒരു ദൂത വ്യാപാരത്തിനും കഴിയില്ല. ഉപദ്രവം ഉണ്ടാവും. ഉപദ്രവത്തിന്റെ നടുവിൽ നമ്മെ ബലപ്പെടുത്തി താങ്ങി നടത്തുന്ന സ്വർഗീയ കരമുണ്ട്. ഹല്ലേലൂയ. വായിക്കാം 13ാമത്തെ വാക്യം. ഇവിടെ പൗലോസ് പറയാണ്, ദുഷ്ട മനുഷ്യരും മായാവികൾ, മായാവികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കൂട്ടം ജനത്തെ കുറിച്ച് പൗലോസ് വെളിപ്പെടുത്തുകയാണ്. ദുഷ്ട മനുഷ്യരും മായാവികളും
അവർ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടു അവർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഇവരാരാണ്? ദുഷ്ട മനുഷ്യരാ. അവർ മായാവികളാ. അവർ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. ആര്? അനേക ജനത്തെ വഞ്ചിച്ച് നിത്യനാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അത്ഭുതം അത്ഭുതം എന്ന് പറഞ്ഞ്, വിടുതൽ വിടുതൽ എന്ന് പറഞ്ഞ് അനേക ജനത്തെ വഞ്ചിച്ച് നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അത് മാത്രമല്ല, അവര് വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. വഞ്ചിക്കപ്പെട്ടുകൊണ്ട് മേൽക്കുമേൽ ദോഷത്തിന് മുതിർന്നു വരിക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അനേക കൂട്ടങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീട്ടിലെ അലമാരിയില് അടയാളം പറയാ, അത് പറയാ, ഇത് പറയാ, അങ്ങനെയൊക്കെ പറഞ്ഞു വഞ്ചിക്കുക. മായാവികൾ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദുഷ്ട മനുഷ്യരാണ്. ആമേൻ. ദൈവവചനത്തെ വിട്ടിട്ട് ദൈവത്തോടുള്ള ഭക്തിയെ മുറുകെ പിടിക്കാതെ വിട്ട് തങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങൾ കൊണ്ട് ചിന്തിച്ച് ആമേൻ ദുഷ്ട പിശാചാണവൻ അവരോട് ചേർന്ന് അവർക്ക് പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ അവർ അനേകരെ വഞ്ചിച്ചു കൊണ്ടിരിക്കുക. വഞ്ചിക്കുക മാത്രമല്ല, അവർ വഞ്ചിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അവർ മേൽക്കുമേൽ ദോഷത്തിന് മുതിർന്നവരാണ്. ആലൽ മകനെ, നീ ഭക്തിയോട് ജീവിപ്പാൻ ആഗ്രഹിച്ചാൽ നിനക്ക് ഉപദ്രവമുണ്ട്. എന്നാൽ ഇതിന്റെ നടുവിൽ ഒരു കൂട്ടർ ആമേൻ പ്രൈസ് ഉള്ളവർ ആരാണ്? ഇവർ ദുഷ്ട മനുഷ്യരാണ്, മായാവികളാണ്. ആമേൻ. ഇവർ വഞ്ചിച്ചും വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. മേൽക്കുമേൽ ദോഷത്തിന് മുതിർന്നു വരികയാണ്. പ്രൈസ് ദി ലോർഡ്. ഇതിന്റെ നടുവിൽ നീ എന്തോ ചെയ്യണം? 14-ാമത്തെ വാക്യം. നീയോ ഇന്നവനോട് പഠിച്ചത് ഓർക്കുക. ഹല്ലേലൂയ. മകനെ തീമോത്തിയോസേ, നീ എന്നോടുകൂടെ സഹശുശ്രൂഷകനായി നടന്ന് എന്നോടുകൂടെ കർത്താവിന്റെ പോർക്കളത്തിൽ പൊരുതുവാൻ നീ യാത്ര ചെയ്ത് വന്ന യാത്രയിൽ നീ പഠിച്ചത് കുറെ കാര്യങ്ങളുണ്ട്. ആമേൻ. നീ പഠിച്ച ആത്മീയ സത്യങ്ങളുണ്ട്. നീ ഇന്നവനോട് പഠിച്ചത് തന്നെ ഓർക്കുകയും ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കി തീർക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ നീ ബാല്യം മുതൽ അറിഞ്ഞിട്ടുണ്ട്. ബാല്യം മുതൽ അറിഞ്ഞിട്ടുണ്ട്. നീ എന്നോട് പഠിച്ചത് മാത്രമല്ല, ക്രിസ്തുവേശുവിൽ ക്രിസ്തുവേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുന്ന മകനെ, നിന്നെ രക്ഷയുടെ ജ്ഞാനിയാക്കി മാറ്റുന്ന തിരുവെഴുത്തുകള് നീ ബാല്യം മുതൽ പഠിച്ചിട്ടുണ്ട്. എന്നോട് പഠിച്ചതുണ്ട്. അത് മാത്രമല്ല, നീ ബാല്യത്തിൽ നിന്ന് പഠിച്ചതുണ്ട്. ആമേൻ. അത് നമുക്ക് ഈ 2 തീമോഥെയോസിൽ തന്നെ കാണുവാൻ കഴിയും. പൗലോസ് പഠിച്ചിട്ടുണ്ടോ? വചനം കൂടി വായിക്കാം. അതിന്റെ 1-ാം അധ്യായം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 4-ാം വാക്യത്തിൽ നിന്ന് പെട്ടെന്ന് വായിച്ചേട്ടെ. അത് വായിച്ചേ. ഞാൻ പൂർവ്വന്മാരുടെ ദൃഷ്ടാന്തം അനുസരിച്ച് നല്ല മനസ്സാക്ഷിയോട് ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസ നിമിത്തം, വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യാം. പൗലോസ് ഇവിടെ പറയുകയാണ്, ഞാൻ പൂർവ്വന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് ആരാധിക്കുന്ന ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് ഞാൻ നിർമ്മല മനസ്സാക്ഷിയോട് ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസ നിമിത്തം. ഹല്ലേലൂയ. നിന്റെ വിശ്വാസം ഏതാ? നിർവ്യാജ വിശ്വാസമാണ്. ഹല്ലേലൂയ. വ്യാജമില്ലാത്ത വിശ്വാസം. താഴെ പെട്ടെന്ന് വായിച്ചു വിട്ടാണ്. ആ വിശ്വാസം ആദ്യം നിന്റെ വല്യമ്മ ലോവീസിലും അമ്മ യൂനിക്കേലുമുണ്ടോ? നിന്നിലും ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. പൗലോസ് പറയാ, മകനെ തീമോഥെയോസേ, നിന്നിൽ വ്യാജമില്ലാത്ത ഒരു വിശ്വാസം. ആമേൻ. നിന്റെ വല്യമ്മ പ്രാപിച്ച ദൈവകൃപ, നിന്റെ അമ്മ പ്രാപിച്ച ദൈവകൃപ, ആ ദൈവകൃപ ഇപ്പൊ നിന്നിലുമുണ്ടെന്ന് ഞാൻ അറിയാം. പൂർവീയന്മാര് സമ്പാദിച്ച
കളങ്കമില്ലാത്ത വിശ്വാസ ജീവിതത്തെ കുറിച്ച് ഓർപ്പിക്കുക. Praise God. തലമുറയായി കടന്നു വരുന്ന വ്യാജമറ്റ വിശ്വാസം, ദൈവവുമായിട്ടുള്ള ബന്ധത്തിന്റെ വചനത്തിന്റെ ആഴങ്ങളെ കുറിച്ച് ഇവിടെ ഓർപ്പിക്കുക. നിന്റെ വല്യമ്മ ലോവീസിലും നിന്റെ അമ്മ യുനീക്കയിലും ഇപ്പോൾ അത് നിന്നിലുമുണ്ട്. അത് മാത്രമല്ല, അടുത്തത് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവകൃപ നീ വർദ്ധിപ്പിക്കണം. പൗലോസ് തീമോഥെയോസിനോട് പറയാ, നിന്നിൽ നല്ല വിശ്വാസമുണ്ട്, നിന്നിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴങ്ങൾ നീ ഗ്രഹിച്ചവനാണ്. ഹല്ലേലൂയ. അത് മാത്രമല്ല, എന്റെ കൈവെപ്പ് കൊണ്ട് നിന്നിലേക്ക് പകർന്ന ഒരു ദൈവകൃപയുണ്ട്. ആ ദൈവകൃപ നീ ജ്വലിപ്പിച്ചുകൊണ്ടിരിക്കണം. ആമേൻ. അതുകൊണ്ടാണ് 3-ാം അധ്യായത്തിൽ താൻ പറയുന്നത്, നാം 14-ാം വചനം വായിച്ചത്, പിന്നെ വായിച്ചത്, നീയോ ഇന്നവനോട് പഠിച്ചതെന്നും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയുടെ ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ നീ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചതിൽ നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചിരിക്കുന്നതിൽ നിലനിൽക്കുക. ഇന്ന് പകൽക്കാലം ദൈവജനമേ, നാം ദൈവത്തിൽ നിന്ന് പഠിച്ചതോ, ദൈവത്തിന്റെ അഭിഷേകന്മാരെന്ന് പഠിച്ചതോ, ഇല്ല ദൈവത്തിന്റെ പാദപീഠത്തിലിരുന്നോ മുഴങ്ങാൻ മടക്കി പഠിച്ചതോ, അല്ല നമ്മുടെ മാതാപിതാക്കള് ആ രക്ഷയിലേക്ക് വന്ന് അവരുടെ പിൻതലമുറയായി നാം വന്ന് പഠിച്ച ദൈവീയ സത്യങ്ങളുണ്ട്. അതിൽ ഉറച്ചു നിൽക്കുവാൻ പരിശുദ്ധാത്മാവ് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ആഗ്രഹിക്കുക. അതോ വഞ്ചിക്കുന്ന മായാവികളുടെ വഞ്ചകരമായ ആ ഉപദേശങ്ങളാണോ നാം ആയി പോകുന്നത്? നാം പഠിച്ചതുണ്ട്, പഠിച്ചതിൽ നാം നിലനിൽക്കുവാൻ. ദൈവവചനം നാം എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? പഠിച്ചതിൽ നാം ഉറച്ചു നിൽക്കുക. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. തിരുവെഴുത്തുകളെ, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമായിരിക്കാൻ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ചു. അപ്പോൾ ഏതിലാണ് വക പ്രാപിക്കേണ്ടതോ? ദൈവത്തിന്റെ വചനം. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രീയമായിരിക്കാൻ, ദൈവത്തിന്റെ ശാസ്ത്രമായി വെളിപ്പെട്ടു വന്നതായിരിക്കാൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിയിലും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിലും ശാസനയിലും ഗുണീകരണത്തിലും നീതിയിലെ അഭ്യാസത്തിലും പ്രയോജനമുള്ളതാകുന്നു. മകനെ, ദൈവവചനമെല്ലാം ദൈവശാസ്ത്രീയമാണ്, ദൈവത്തിന്റെ ശാസ്ത്രമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളവനാകണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവവചനത്തിൽ എന്നുണ്ട്? ശാസനയുണ്ട്. ആമേൻ. ദൈവവചനത്തിന്റെ ഉപദേശമുണ്ട്, ശാസനയുണ്ട്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഗുണീകരണമുണ്ട്, നീതിയിലെ അഭ്യാസമുണ്ട്. ഇതെല്ലാം ഒരു ദൈവത്തിന്റെ പൈതൽ പ്രാപിക്കേണ്ടതാണ്. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ആമേൻ നാം ആഴമായി ചിന്തിച്ചു നോക്കുക. ഉപവാസ പ്രാർത്ഥനയുടെ 9ാമത്തെ പകൽക്കാലം പരിശുദ്ധാത്മാവാം ദൈവം എന്നോട് നിങ്ങളോട് ഇടപെടുകയാണ്. ലൈവിലൂടെ പകൽക്കാലം ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു. പ്രിയ ദൈവജനമേ, നമ്മോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടുകൊണ്ടിരിക്കുക. ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുക. നാം ഒരു ദൈവ മനുഷ്യനാണോ? ഹല്ലേലൂയ. പൗലോസ് തീമോഥെയോസിനെ ഉറപ്പിക്കുന്ന വചനം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ ഉറപ്പിക്കുക. ഹല്ലേലൂയ. പെട്ടെന്ന് നമുക്ക് പോകാം. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തുയേശുവിനെ സാക്ഷി വെച്ച് ആമേൻ. ഇവിടെ പൗലോസ് തീമോഥെയോസിനോട് ഉറപ്പിച്ചു പറയുക, മകനെ, ഞാൻ നിന്നോട് ഉപദേശിച്ച
ഉപദേശിക്കുകയാണ്. എന്താണ് ഉപദേശിക്കുന്നത്? ഞാൻ ദൈവത്തെ, ഒന്ന് പിതാവാം ദൈവത്തെ, രണ്ട് ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള യേശുവിനെ, പ്രൈസ് ദി ലോർഡ്, ഒന്ന് പിതാവാം ദൈവത്തെ സാക്ഷി നിർത്തി, രണ്ടാമത് ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുന്ന യേശുവിനെ അത് മാത്രമല്ല സാക്ഷിയായും അവന്റെ പ്രത്യക്ഷതയും രാജ്യത്തെ ചൊല്ലി സത്യം ചെയ്യുക. അല്ലയോ മകനെ തീമോഥെയോസ്, ഇന്ന് പകൽക്കാലം ആമേൻ ഹല്ലേലൂയ, അന്ന് തീമോഥെയോസിനോട് പൗലോസ് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം പൗലോസായിരിക്കുന്ന പരിശുദ്ധാത്മാവാം ദൈവം നമ്മോട് ഇന്ന് പകൽക്കാലം ഉറപ്പിക്കുക. എന്റെ മകനെ, എന്റെ മകളെ, നിന്നോട് സത്യം ചെയ്ത് പറയുക. എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. ആരെയൊക്കെ സാക്ഷി നിർത്തിയ? പിതാവാം ദൈവത്തെ സാക്ഷി നിർത്തി. ആമേൻ. ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും ന്യായവിസ്താരം നടത്തുന്ന യേശുവിനെയും, അത് മാത്രമല്ല അവന്റെ പ്രത്യക്ഷത, ആമേൻ ഹല്ലേലൂയ, യേശുവിന്റെ മഹത്വ പ്രത്യക്ഷതയും യേശുവിന്റെ രാജ്യം, ഹല്ലേലൂയ, 1000 ആണ്ടി ഭൂമിയിലെ വാഴ്ചയ്ക്കപ്പുറമായി സ്ഥാപിക്കുവാൻ പോകുന്ന യേശുവിന്റെ രാജ്യം, അത് പുത്തനാം യെരൂശലേമിലോ ആ രാജ്യത്തെ ചൊല്ലി സത്യം ചെയ്യുകയാണ് പൗലോസ്. എന്താണ് സത്യം ചെയ്യുന്നത്? അർത്ഥവചനം, മകനെ നീ വചനം പ്രസംഗിക്കുക. നീ വചനമാണ് പ്രസംഗിക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാടിടക്കി മേടിടക്കി ഉള്ള വചന പ്രസംഗമല്ല, വചനത്തിന്റെ പൊരുളുകള് നീ തിരിച്ചറിയിക്കുന്നവരായിരിക്കണം. ഹല്ലേലൂയ. വചനത്തിന്റെ ആഴമേറിയ മർമ്മങ്ങള് നീ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. ഹല്ലേലൂയ. മായാവികൾ മായാവിത്വം കാണിക്കുന്നത് പോലെ നീ ആയിപ്പോകരുതോ. നീ വചനം പഠിച്ചിട്ടുണ്ട്, എന്നോട് പഠിച്ചിട്ടുണ്ട്. നീ ചെറുപ്പായം മുതൽ ദൈവത്തിന്റെ വചനം നീ ഗ്രഹിച്ചിട്ടുണ്ട്. ആ വചനത്തിന്റെ മഹത്വം നിന്നിലൂടെ വെളിപ്പെടണം. ആമേൻ. Praise the Lord. Hallelujah. നാം പ്രാപിച്ചിരിക്കുന്ന ദൈവമഹത്വം നാം ധ്യാനിച്ച് ദൈവവചനത്തിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഹല്ലേലൂയ. അതുപോലെ നിലനിൽക്കുവാൻ നമ്മെ കൊണ്ട് കഴിയുമോ? എത്ര വെല്ലുവിളികൾ ഉണ്ടാകട്ടെ, എത്ര പ്രതികൂലങ്ങൾ നടക്കട്ടെ, തീമോഥെയോസിനോട് പറഞ്ഞു ദുർഘട സമയമാണ്. ആമേൻ. മനുഷ്യരെല്ലാം സ്വസ്നേഹികളായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. പമ്പ് പറയുന്നവരായി, ദൈവയാജ്ഞകളായി, അപ്പനെയമ്മയെ അനുസരിക്കാത്തവരായി, ദാർഢ്യക്കാരായി, ഹല്ലേലൂയ, ഭോഗപ്രിയരായി, നിഗളികളായി ഒക്കെ അവർ മാറിക്കൊണ്ടിരിക്കുക. ഇത് കണ്ട് നീ പരാജയപ്പെട്ടിരിക്കുകയാണോ? ആമേൻ. ലോകത്തിന്റെ പോക്കിനെ കണ്ട് ഒരു ഭക്തൻ പരാജയപ്പെടരുത്. ആമേൻ. ലോകത്തിന്റെ അവസ്ഥകളെ കണ്ട് പേടിച്ചിരിക്കുന്നവരല്ല ദൈവജനം. ഹല്ലേലൂയ. നമ്മിൽ ഉറച്ചിരിക്കുന്ന ദൈവവചനമുണ്ട്. നമ്മുടെ ഹൃദയം എന്ന മാനസപ്പലയിൽ എഴുതപ്പെട്ട തിരുവചനങ്ങളെ കാണണം. അതാണ് പൗലോസ് പറഞ്ഞത്. നീ നിന്റെ ചെറുപ്പത്തിലെ പഠിച്ചത്, നിന്റെ വല്യമ്മച്ചി പറഞ്ഞതോ, നിന്റെ അമ്മ പറഞ്ഞതോ, അത് നിന്നിലുണ്ട്. അത് മാത്രമല്ല, എന്റെ കൈ നിന്റെ മേൽ വെച്ചത് കൊണ്ട്, നിന്റെ തലയിൽ വെച്ചത് കൊണ്ടോ നിന്നെ ഞാൻ ചില കൃപാവരങ്ങൾ പകർന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് പറഞ്ഞിട്ടുണ്ട്. നീ ആ കൃപാവരങ്ങളോട് ജ്വലിപ്പിക്കാൻ തുടങ്ങുമ്പോൾ, ഹല്ലേലൂയ, ആ കൃപാവരങ്ങളുടെ മഹത്വം നിന്നിൽ നിന്ന് വെളിപ്പെടുമ്പോൾ, നീ ഒരു വ്യത്യസ്ത മനുഷ്യനായി മാറാൻ പോകുക. നമ്മിൽ ലഭിച്ചതിനെ വെളിപ്പെടുത്തുവാൻ ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുന്നത്, ഞാൻ പിതാവാം ദൈവത്തെയും യേശു കർത്താവിനെയും, ആമേൻ, അത് മാത്രമല്ല ജീവിച്ചിരിക്കെ മരിക്കുകയും ചെയ്യുന്ന യേശു കർത്താവിനെ, ന്യായവിധിക്കുന്ന യേശു കർത്താവിനെയും അവന്റെ, ആമേൻ, പ്രൈസ് ദി ലോർഡ്, പ്രത്യക്ഷതയും രാജ്യത്തെയും ചൊല്ലി സത്യം ചെയ്യുക. എന്താണ് സത്യം ചെയ്ത് പറഞ്ഞത്? വചനം പ്രസംഗിക്കുക. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം പ്രസംഗിക്കുന്നതിന് ഒരു പ്രത്യേകമായ സമയമില്ല. ഒരുക്കി കൂട്ടി കഴിഞ്ഞു വന്ന് പ്രസംഗിക്കുന്ന പ്രസംഗമല്ല, ആത്മാവിൽ പ്രസംഗിക്കുന്ന
പ്രസംഗിക്കുന്ന പ്രസംഗം. ഹല്ലേലൂയ. അതാണ് പൗലോസ് ഇവിടെ ആഗ്രഹിക്കുന്നത്. സമയത്തിലും അസമയത്തിലും നിന്നെ ഏത് സമയത്ത് വിളിച്ചുണർത്തിയാലും വചനം പ്രസംഗിക്കാൻ പറഞ്ഞാൽ നീ വചനം പ്രസംഗിക്കണം. കാരണം അതിനുള്ള കൃപ നിന്റെ മേലുണ്ട്, അതിനുള്ള അഭിഷേകം നിന്റെ മേലുണ്ട്, അതിനുള്ള വചനം നീ ധ്യാനിച്ചിട്ടുണ്ട്. ആ വചനത്തിന്റെ മാർമിക സത്യങ്ങള് വെളിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. അതിനു വേണ്ടി നീ നിന്നെ വിട്ടുകൊടുക്കുമ്പോൾ, നീ നിന്നെ സമർപ്പിക്കുമ്പോൾ, നീ നിന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ദൈവം നിന്നെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുവാൻ തുടങ്ങും. ആമേൻ. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്കാം. നീ ഒരുങ്ങി നിൽക്കണം. ഏത് സമയത്തും ദൈവ തിരുവചനത്തെ പ്രസംഗിക്കാം. സമയം കടന്നു പോയുണ്ട്. വാചാടെ സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. അപ്പം നീ പ്രസംഗിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, സകല ദീർഘമായ ക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കണം. ആരെ? വചനം കേൾക്കുന്നവരെ. നിന്നെ കർത്താവ് അനുഗ്രഹിക്കാൻ പോകുന്നു, നിന്നെ കാർ തരാൻ പോകുന്നു, നീ നാളെ വീട് വാങ്ങാൻ പോകുന്നു, അവിടെ നാളെ ഒരു തോട്ടം നിനക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു, അതിപ്പോൾ നിന്റെ കരത്തിലോട്ട് വരാൻ പോവുക. ഇതല്ല ആണോ? അന്നോ വിളിയോ? ആമേൻ. വചനം നീ പ്രസംഗിക്കുക, ഏത് സമയത്ത് ഒരുങ്ങി നിൽക്ക. അത് നീ എങ്ങനെയായിരിക്കണം? ആമേൻ. ദീർഘക്ഷമയോട് ദീർഘമായ ക്ഷമയോട് പ്രസംഗിക്കണം. ഉപദേശത്തോടു കൂടെ ശാസിക്കുക, തർജ്ജമ ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഹല്ലേലൂയ. ദൈവം വചനം ശാസിക്കുന്നതാണ്, അത് ശിക്ഷിക്കുന്നതാണ്, അത് രക്ഷിക്കുന്നതാണ്, അത് ജീവൻ പകരുന്നതാണ്. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം അനുഗ്രഹം മാത്രമല്ല, നമ്മളെ കുറവുകളെ ഉണർത്തി പറയുന്നതാണ് ദൈവവചനം. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമ്മെ രൂപാന്തരമാക്കി മാറ്റുന്നതാണ് ദൈവവചനം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ്. യെരമ്യാവിന്റെ പുസ്തകത്തിലുണ്ട്, ദൈവവചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണ്. ഹല്ലേലൂയ. പാറയെ എങ്ങനെ തകർക്കുന്നത്? ചുറ്റികയാൽ അടിച്ച് തകർക്കുന്നത്. ആ ചുറ്റികയാണ് ദൈവവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. അവിടെ യെരമ്യാവിന്റെ പുസ്തകത്തിൽ പറയുന്ന പല കാര്യങ്ങളുണ്ട്, എടുത്ത് വായിക്കാൻ സമയത്ത്. യെരമ്യാവ് 23-ലാണ്, 23-ാം അധ്യായത്തിലാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ പ്രവാചകന്മാരെ കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്. യെരമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് 1-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. എന്റെ മേച്ചൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. ഹല്ലേലൂയ. ആയതിടയനാണ് ദൈവം പറയുക, എന്റെ മേച്ചൽപ്പുറത്തെ ആടുകളെ നശിപ്പിക്കുകയും ചിതറിക്കുകയും ചെയ്യുന്ന ഇടയന്മാർക്ക് അയ്യോ കഷ്ടം. അടുത്തത്, അതുകൊണ്ട് തന്റെ ജനത്തെ മേയ്ക്കുന്ന ഇടയന്മാരെ കുറിച്ച് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ എന്റെ ആട്ടിൻകൂട്ടത്തെ സൂക്ഷിക്കാതെ ചിതറിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ. മതി. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ആ അധികാരത്തിൽ തന്നെ ഉണ്ട്, ദൈവത്തിന്റെ വചനം പാറയെ തകർക്കുന്ന ചുറ്റികയാണെന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അടുത്ത ദിവസം എടുത്തത് സംസാരിക്കാം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് അതിലേക്ക് കടന്നു വരാം. ഹല്ലേലൂയ. അവസാനിപ്പിക്കാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. നീ ശാസിക്കുക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്കുക. ഹല്ലേലൂയ. പൗലോസ് തീമോഥെയോസിനോട് അവനെ നിന്നിൽ ഇതെല്ലാം ഉണ്ടായിരിക്കണം. ശാസന ഉണ്ടായിരിക്കണം, പ്രബോധനം ഉണ്ടായിരിക്കണം, തർജ്ജനം ഉണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ.
ഉപദേശം വേണം, ശാസന വേണം. ആമേൻ. ദർശനം ചെയ്യണം, പ്രബോധിപ്പിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഇത് നിന്നിലുണ്ടായിരിക്കണം. എന്നാൽ ഈ മായാവികളായിരിക്കുന്ന വ്യക്തികളെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. 3-ാം വാക്യം, അവർ പഥ്യോപദേശം പൊറുക്കാതെ കരണരസമാകുമാർ. പ്രൈസ് ദി ലോർഡ്. യാര്? ഈ മായാവികളായി നടക്കുന്ന വ്യക്തിത്വങ്ങൾ ദൈവത്തിന്റെ പഥ്യോപദേശത്തെ പൊറുക്കാതെ കർണരസകരമായ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്ക് തക്കവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുപ്പിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർണരസമാകി. ഹല്ലേലൂയ. ആമേൻ. നല്ല അട്ടഹാസം ചിരിയൊക്കെ കൊണ്ടുവരുന്ന ശുശ്രൂഷകന്മാരെ പെരുപ്പിച്ചുകൊണ്ടിരിക്കുക. ആമേൻ. ഇന്നത്തെ ശുശ്രൂഷയിലല്ല അതല്ലേ? ആമേൻ. ലോകത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിരിക്കുന്ന ചിരിയ കർണരസകരമായി. ഹല്ലേലൂയ. അവർക്ക് ബോധിച്ചതുപോലെ ദൂത് പറയുന്ന ഉപദേഷ്ടാക്കന്മാരെ പെരുപ്പിക്കുക. ആമേൻ. അവരുടെ കുറവുകൾ തൊട്ടുണർത്തുന്നില്ല. അവരുടെ ജീവിത ക്രമീകരണങ്ങളെ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് വചനത്തിൽ നിന്ന് പറയുന്നില്ല. ഇതൊന്നുമില്ലാതെ വചനം എടുത്തുകൊണ്ട് നല്ല കർണരസകരമായ, ആമേൻ, കർണരസകരമായി സ്വന്തം മോഹങ്ങൾക്കൊത്ത്, ഹല്ലേലൂയ, അവരുടെ ഹൃദയത്തിന്റെ ആഗ്രഹപ്രകാരം പ്രസംഗിക്കുന്ന പ്രസംഗകരെ പെരുപ്പിച്ചുകൊണ്ടിരിക്കുക. സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം. ദൈവത്തിന്റെ അഭിഷേകൻ തന്റെ നിജപുത്രനോട് പറയും, മകനെ, നീ ഇതൊക്കെയുള്ള കാലഘട്ടത്തിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊക്കെ ഉള്ള കാലഘട്ടത്തിലാണ് നീ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. മനുഷ്യർ അവരുടെ സ്വന്തം മോഹങ്ങൾക്ക് തക്കവണ്ണം പാസ്റ്റർമാരെ പെരുപ്പിക്കുന്ന കാലഘട്ടം. പാസ്റ്റർ പ്രസംഗം നല്ലതായിരുന്നു, എന്താ നല്ല അട്ടഹാസമുണ്ട്, ചിരിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. കെട്ടുകഥകളാണ് അവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആമേൻ. നിനക്ക് പ്രസംഗിക്കാൻ ദൈവവചനം വല്ലതും ഉണ്ടോ? ഹല്ലേലൂയ. അനേകര ദൈവവചനം ശുശ്രൂഷിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിൽക്കുന്ന സമയം മുതൽ തീരുന്ന സമയം വരെ ജനങ്ങളെ ചിരിപ്പിച്ച് കോമാളികളാക്കി മാറ്റുക. വചനമൊക്കെ ഉണ്ട് അതിനകത്ത്. എന്നാൽ ജനങ്ങൾ എന്താ ചെയ്യുക? ചിരിച്ച് കോമാളികളായി തല തല്ലുന്ന രീതിയിൽ മാറുകയാണ്. ഹല്ലേലൂയ. അതാണോ ശുശ്രൂഷ? പൗലോസ് പറയാണ്, ഹല്ലേലൂയ, അവർ സ്വന്തം മോഹങ്ങൾക്കൊത്തക്കവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ, സത്യവചനത്തിന് ചെവി കൊടുക്കാതെ നല്ലതായി ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരുടെ ആ ശുശ്രൂഷകളെ കേൾക്കാൻ അവർക്ക് നേരമില്ല. ഹല്ലേലൂയ. അവര് പറയോ, ഇയാൾ എന്താ പറയുന്നത്? ഹല്ലേലൂയ. എന്നാൽ ഇവിടെ നിന്ന് കർത്താവിനെ അനുഗ്രഹിക്കുന്ന ആള്, അമ്മാവേ, നീ കണ്ടുകൊണ്ടിരിക്കുന്ന അമ്മാവേ, നിനക്ക് വേണ്ടി ഇതാ ഒരു വലിയ വലിയ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. അപ്പോഴത്തെ അമ്മാമ ഹല്ലേലൂയ, സ്തോത്രം, ഗ്ലോറി ഗ്ലോറി അങ്ങോട്ട് തുടങ്ങും. പിന്നെ പാസ്റ്ററിന്റെ ഫോൺ നമ്പർ മേടിക്കും. പിന്നെ പാസ്റ്റർ അമ്മാമ്മയുടെ ഹൃദയത്തിന്റെ ആഗ്രഹങ്ങൾക്കൊത്തക്കവണ്ണം അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അതാണ് സ്വന്തം മോഹങ്ങൾക്കൊത്തക്കവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുപ്പിക്കുക. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെയാണ് ഇന്ന് ലോകത്തിന് വേണ്ടിയത്. വചനം ഒന്ന് വായിച്ചാട്ടെ. കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. കെട്ടുകഥ കേൾപ്പാൻ അതിന്റെ മേലൊരു വാക്യമുണ്ടല്ലോ, സത്യത്തിന് ചെവി കൊടുക്കാതെ, സത്യ ഉപദേശത്തിന് ചെവി കൊടുക്കാതെ. ഹല്ലേലൂയ. കെട്ടുകഥകൾ കേൾക്കാൻ ചെവി തിരിക്കുന്ന കാലം. ആ കാലമാണ് ഇന്നത്തെ കാലം. ആ കാലമാണ് കൃപായുഗത്തിന്റെ കാലം. ഹല്ലേലൂയ. വെളിച്ചദൂതന്റെ വേഷമണിഞ്ഞ് ദൂട്ടപ്പിശാച് ദൈവസഭകളിൽ കടന്നു വന്നിട്ട് നല്ലതേതാ തീയതേതാന്ന് അറിയാൻ വയ്യാത്ത നിലവാരത്തില്, ആമേൻ, എല്ലാത്തിനെയും കൂട്ടി ഇണക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് കളയും വിധം വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുക. അത് കർത്താവിന് ശുശ്രൂഷ കാലഘട്ടത്തിൽ ഒരു ഉപമ കർത്താവ് പറഞ്ഞു. ആമേൻ. വിതയ്ക്കേണ്ടവൻ വിതയ്ക്കുവാൻ പുറപ്പെട്ടു. അവൻ പോയി വിതച്ച പോയ ഉടനെ തൊട്ടുപുറ ദുഷ്ടൻ വന്നിട്ട് കളയും വിതച്ചിട്ട് പോയി. ആണ് ആ നല്ല നെൽമണിയും കിളുത്തു വന്നു, കളയും കിളുത്തു വന്നു.
ആ വേലക്കാർ വന്നിട്ട് ചോദിച്ചു, ഇത് ഞാൻ പറിച്ചേക്കട്ടെ? ഇതാ പറഞ്ഞു, വേണ്ട, അതവിടെ നിൽക്കട്ടെ. ഇപ്പം ഞാൻ കളയെ പിഴുതാൻ പോയാൽ നെൽമണിക്ക് കേടുവരും, നെൽമണിയുടെ വേരുകൾ കിളക്കം തട്ടും. അതുകൊണ്ട് ലോകാവസാനത്തിൽ ഞാൻ ഒന്നാമതായി കളയെല്ലാം പറിച്ച് തീയിലേക്ക് എറിയുവാൻ കൽപ്പിക്കും. എന്നിട്ട് നല്ല നെൽമണികൾ എന്റെ കലവറയിലേക്ക് കൊണ്ട് ചേർക്കുവാൻ ഞാൻ കൽപ്പിക്കും. ഹല്ലേലൂയ. അത് ഈ കാലഘട്ടത്തിൽ നടക്കുന്ന ആത്മീയ ശുശ്രൂഷയെ കുറിച്ചാണ് എന്റെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുവാനിടയായത്. ഇന്നത്തെ കാലഘട്ടം അപ്രകാരമുള്ള കാലഘട്ടമാണ്. Amen. Thank you, Lord. ഹല്ലേലൂയ. Praise the Lord. പൗലോസ് തീമോഥെയോസിനോട് അന്നത്തെ നാളിൽ പറഞ്ഞ തിരുവചനം ഈ 21-ാം നൂറ്റാണ്ടിലുള്ള നമുക്ക് വേണ്ടിയുള്ള, കാരണം അന്ത്യകാലത്താണ് ദുർഘട സമയങ്ങൾ പെരുകി വരുന്നത്. അന്ന് താൻ പ്രവചനാത്മാവിൽ പ്രവചിച്ചു. ഇന്നായിരിക്കുന്ന തീമോഥെയോസ്യന്മാരെ, ദൈവകൃപയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന തീമോഥെയോസ്യന്മാരെ, നിങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിന്റെ ഗിതത്തിനൊത്തക്കവണ്ണം യാത്ര ചെയ്യുന്നവരായി മാറട്ടെ. ആമേൻ. മനുഷ്യന്റെ മുഖം നോക്കാതെ നിങ്ങൾ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നവരായിരിക്കട്ടെ. നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടുമെന്നോർത്ത്, നിങ്ങൾക്ക് ഏതെങ്കിലും ലഭിക്കുമെന്നോർത്ത് ദൈവവചനത്തെ കോട്ടിയിണക്ക് നിങ്ങൾ സംസാരിച്ചാൽ നിങ്ങൾ തള്ളപ്പെട്ടു പോകും. അതുകൊണ്ടാണ് കഴിഞ്ഞ വാർത്താരം ഞാൻ പറഞ്ഞത്, എന്റെ കർത്താവിന്റെ അടുക്കൽ വന്നിട്ട് അനേകർ പറഞ്ഞു, കർത്താവേ കർത്താവേ, നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിന്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കി, നിന്റെ നാമത്തിൽ രോഗികളെ സൗഖ്യമാക്കി. യേശു അവരോട് പറഞ്ഞ, അക്രമക്കാരെ, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. Praise the Lord. Hallelujah. നീ പ്രവചിച്ചതോ, നീ രോഗസൗഖ്യം കൊടുത്തതോ, നീ ഭൂതങ്ങളെ പുറത്താക്കിയതോ, ഹല്ലേലൂയ, ആമേൻ, ഇതൊന്നും ഞാൻ അറിയുന്നില്ല. നീ ആരാ? നീ അക്രമക്കാരൻ, അക്രമക്കാരൻ. പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ മാത്രമേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കൂ. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യും. ഇവിടെ പൗലോസ് പറയുകയാണ്, ഹല്ലേലൂയ, ദൈവ ആമേൻ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥകൾ കേൾപ്പാൻ തിരിയുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്കുക. ലോകത്തിന്റെ കെട്ടുകഥകൾ, ലോകത്തിൽ കെട്ടുകഥകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ദുരുപദേശങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, ദൈവവചനത്തെ കോട്ടിയിണക്കി കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, അല്ലയോ തീമോഥെയോസേ, നീ സകലത്തിലും നീ നിർമ്മതനായിരിക്കണം. ഒന്നിൽ മാത്രമല്ല, സകല കാര്യങ്ങളിലും നീ നിർമ്മതനായിരിക്കണം. കഷ്ടം സഹിക്കുക. ഹല്ലേലൂയ. ദൈവകൃപ പ്രാപിച്ച തീമോഥെയോസേ, നിനക്ക് കഷ്ടമുണ്ട്, കഷ്ടമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നിനക്ക് കഷ്ടമുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് പട്ടുപത്തയുടെ അനുഭവമല്ല, കഷ്ടതയുടെ മാർഗമാണ്. കഷ്ടങ്ങളിൽ തികഞ്ഞു വരുന്ന ആ ദൈവകൃപയാണ് നാം പ്രാപിക്കേണ്ടത്. Praise God. Hallelujah. Praise the Lord. Amen. Hallelujah. Praise God. നീ കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യണം. Praise the Lord. നീ സുവിശേഷകന്റെ പ്രവൃത്തിയാ ചെയ്യേണ്ടത്. നിന്നെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന മേഖലകളിൽ നീ ഒരു സുവിശേഷകന് യോഗ്യമായ പ്രവൃത്തി ചെയ്യണം. ആമേൻ. നീ ആഗ്രഹിക്കുന്ന വിധത്തിൽ നിനക്ക് അത് ലഭിക്കണം, ഇത് ലഭിക്കണം എന്ന് പറഞ്ഞ് നിന്റെ പ്രവൃത്തിയിലൂടെ സുവിശേഷം ചെയ്യണം. ഹല്ലേലൂയ. നീ സകലത്തിലും നിർമ്മതനായിരിക്കുക, കഷ്ടം സഹിക്കുക. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. നിന്റെ ശുശ്രൂഷ നിറവടിയായി നിവർത്തിക്കുക. മകനെ, നിന്നിൽ പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവീയ ദൗത്യത്തെ നിറവടിയായി അത് നിറവേറ്റുക. സ്വർഗം നിന്നെ കുറിച്ച് ഉദ്ദേശിച്ചിരിക്കുന്നതോ, സ്വർഗം നിന്നെ കുറിച്ച് കരുതി വെച്ചിരിക്കുന്നതോ, അത് നിറവടിയായി ഒന്നൊന്നായി നീ അത് നിറവേറ്റുക. അതിന്റെ നടുവിൽ നിനക്ക് കഷ്ടമുണ്ട്, എന്നാൽ നിർമ്മതനായിരുന്നു യാത്ര ചെയ്യണം. ആമേൻ. ജീസസ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം പൗലോസ് തന്റെ നിര്യാണ കാലത്തിൽ തീമോഥെയോസിനെ ഉറപ്പിക്കുക. അടുത്ത വചനങ്ങൾ വായിച്ചട്ടെ.
ഇപ്പോൾ പാനീയയാഗമായി വാർക്കപ്പെടാൻ പോകുന്നു. മകനെ, ഞാനിപ്പോൾ പാനീയയാഗമായി മരിക്കാൻ പോകുന്നു. എന്റെ നിര്യാണ കാലം, എന്റെ മരണകാലം അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. എന്നിട്ട് അഭിഷേകൻ പറയാണ്, ഞാൻ നല്ല പോർ പൊരുതു, എന്റെ ഓട്ടം തികച്ചു, വിശ്വാസത്തെ ഞാൻ കാത്തു, വിശ്വാസത്തെ ഞാൻ കാത്തു. ഞാൻ കടന്നുപോയ മേഖലകളിലായിരുന്ന സാഹചര്യങ്ങളുടെ നടുവിലോ ആമേൻ എന്റെ വിശ്വാസം നഷ്ടപ്പെട്ടു പോകാമെന്ന അനേക കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ കടന്നു വന്നു. അനേക അപകടങ്ങൾ, നിന്ദകൾ, പരിഹാസങ്ങൾ, ആമേൻ ദൂഷികൾ, കല്ലേറുകൾ, ആമേൻ ഹല്ലേലൂയ, ചാട്ടവാറിനാലുള്ള അടികൾ, ഇതിലൊന്നും എന്റെ വിശ്വാസം ചോർന്നു പോയില്ല. വിശ്വാസത്തെ ഞാൻ കാത്തു. 39 അടി 5 പ്രാവശ്യം ചാട്ടയിനാൽ അടിച്ചപ്പോൾ ഹല്ലേലൂയ, അടികളെല്ലാം ശരീരത്തിൽ വാങ്ങിയിട്ട് വിശ്വാസത്തിൽ താൻ ഉറച്ചു. ഒരു പ്രാവശ്യം അടിച്ചെറിഞ്ഞ് കല്ലെറിഞ്ഞ് മരിച്ചു എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ ചപ്പിന്റെ കുമ്പാരത്തിൽ, ചണ്ടി കുമ്പാരത്തിൽ വലിച്ചെറിഞ്ഞിട്ട് പോയി. മണിക്കൂറുകൾ അവിടെ കിടന്നു കഴിഞ്ഞ് അവിടുന്ന് ജീവൻ പ്രാപിച്ച് പുറത്തു വന്നു. തന്റെ വിശ്വാസം നഷ്ടപ്പെട്ടില്ല. പൗലോസ് പറയുകയാണ്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസത്തെ കാത്തു. ഇത് മാത്രമല്ല, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുക. നീതിയുടെ കിരീടം. ഹല്ലേലൂയ. ഞാൻ ഇത്രയും നാൾ പോർക്കളത്തിൽ പൊരുതതോ ഓടിയതോ വിശ്വാസത്തെ കാത്തുകൊണ്ട് ഞാൻ പ്രയത്നിച്ചതോ അതിന്റെ ഫലം എനിക്ക് ലഭിക്കാൻ പോകുക. നീതിയുടെ കിരീടം എനിക്കായി ഒരുക്കി വെച്ചു കഴിഞ്ഞു. അത് അടുത്തത്, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ തരും. ആ ദിവസത്തിൽ ഹല്ലേലൂയ. തന്റെ പ്രത്യാശ നോക്കിക്കേ. ഹല്ലേലൂയ. എനിക്ക് മാത്രമല്ല, കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച എല്ലാവർക്കും ആ നീതിയുടെ കിരീടം ലഭിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം ആ നീതി കിരീടത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പൈതല്, ഈ ലോകത്തിന്റെ കഷ്ടതയോ ഈ ലോകത്തിന്റെ നിന്ദയോ പരിഹാസമോ ഒന്നും നിന്റെ പ്രാണപ്രിയൽ നിന്നെ വേർതിരിച്ചു കൊണ്ടുപോകരുത്. കാൽവരിയുടെ കൊലക്കളത്തിൽ നിനക്ക് വേണ്ടി ഏറ്റ അടികൾ, നിനക്ക് വേണ്ടി ഏറ്റ പാടുകൾ, കോരമാ കുരിശിനെ ചുമന്നുകൊണ്ട് യെരൂശലേം തെരുവിലൂടെ നടന്നുപോയ യേശുവിന്റെ ആ സ്നേഹത്തിന്റെ ആഴത്തെ നീ മറന്നു പോകരുതോ. അല്പ കഷ്ടതയുടെ മുന്നിലോ നീ ആ സ്നേഹത്തെ വിട്ട് മാറിപ്പോകരുതോ. ദൈവം നിന്നെ കുറിച്ച് ആഗ്രഹിക്കുന്നത് ആ സ്നേഹത്തിന്റെ ആഴത്തിൽ നീ ഉറച്ചു നിൽക്കണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹൃദയനായ പൗലോസ് അതിൽ ഉറച്ചു നിന്നതുപോലെ ഇന്ന് പകൽക്കാലം ഉറച്ചു നിൽപ്പാൻ, ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആഴത്തിൽ ഉറച്ചു നിൽപ്പാൻ. ഹല്ലേലൂയ. ഈ ലോകമോ ഈ ലോകത്തിന്റെ പ്രതികൂലമായി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആമേൻ. ഏതിന്റെ നടുവിലും ഞാൻ നിർമ്മതനായി കഷ്ടം സഹിച്ചുകൊണ്ട് കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കൂ. പ്രാർത്ഥനാ ജീവിതമുള്ളവളായി, ആരാധനാ ജീവിതമുള്ളവളായി, വചനം ധ്യാനിക്കുന്നവനായി, വചനത്തെ പ്രസംഗിക്കുന്നവനായി, അനേകരോട് യേശുവിനെ ഉയർത്തുന്നവനായി ഞാൻ മാറുമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം. കാൽവരിയുടെ മഹത്വം ഇന്ന് പകൽക്കാലം എനിക്കായി നിങ്ങൾക്കായി ഇറങ്ങി വരികയും കാൽവരിയുടെ തേജസ് ഇന്ന് പകൽക്കാലം നമുക്കായി ഇറങ്ങി വരികയാണ്. എത്ര പേർ തീരുമാനമെടുക്കും? ഏൽപ്പിക്കാം. നമ്മെ സമർപ്പിക്കാം. നമ്മെ കേട്ടുകൊണ്ടിരുന്ന സകല ജീവിതങ്ങളെ നമ്മെ ഇന്ന് പകൽക്കാലം കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രിയോയെ കർത്താവ് ബലപ്പെടുത്തുന്നുണ്ട്. നമ്മെ കർത്താവ് ബലപ്പെടുത്തുന്നുണ്ട്. കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോൾ ചിക്കു ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, നല്ല പകൽക്കാലത്തിനാ ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. വാസപാർത്ഥനയുടെ 9ാമത്തെ പകൽക്കാലം തിരുവാതവിടത്തിൽ കടന്നു വന്ന് അങ്ങ് സ്തുതിക്കുവാനും അങ്ങെ പാടുവാനും അങ്ങെ മഹത്വപ്പെടുത്തുവാനും ഒക്കെ ദിവസം സഹായിച്ചതിനായി സ്തോത്രം. അനേക വിഷയങ്ങൾക്ക് വേണ്ടി നിന്ന് പ്രാർത്ഥിക്കാനൊക്കെ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ച നല്ല തിരുവചനങ്ങൾക്കായി സ്തോത്രം. അപ്പച്ച അവിടെ കേൾക്കുവാനിടയായല്ലോ. തന്നെ ദാസനായ
പൗലോസിനെ കുറിച്ച് കർത്താവെ, അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചുള്ള കേൾക്കുവാനിടയായല്ലോ കർത്താവിന് വേണ്ടി. അപ്പൊ അവിടെ കഷ്ടം അനുഭവിക്കുന്നതായിട്ട് ഞങ്ങളെ കേൾക്കുവാനിടയായല്ലോ കർത്താവെ. അപ്പാ ഞാനോ പാനീയരാഗമായി എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർപ്പൊഴുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, എനിക്ക് ആ നീതിയുടെ കിരീടം വെച്ചിരിക്കുന്നെന്ന് പറഞ്ഞ് കേൾക്കുവാനിടയായല്ലോ കർത്താവെ. ദാസൻ നല്ല പോർ പൊഴുതുവാനിടയാക്കിയതിനായി സ്തോത്രം അപ്പച്ച. ഓട്ടത്തിൽ കർത്താവെ അപ്പാ വിശ്വാസത്തോടുവാന് എൻ്റെ വൃത്യനെ ദൈവം ബലപ്പെടുത്തിയതിനായി സ്തോത്രം. ഇന്ന് പകൽ കാലം കർത്താവെ വിശ്വാസത്തിന്റെ ഓട്ടത്തിൽ ഞങ്ങൾ നല്ലതായി ഓടുവാന്, നീതിയുടെ കിരീടം ഞങ്ങൾ ഈ ദിവസങ്ങളിൽ പ്രാപിച്ചെടുക്കുവാന് ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പാ ഈ ദിവസങ്ങളിൽ ഞങ്ങൾ കാത്തുകൊണ്ടോടുവാൻ ദൈവം ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന. കഷ്ടത ഉണ്ടെന്ന് ഞങ്ങൾ കേൾക്കുവാനിടയായല്ലോ അപ്പാ കർത്താവെ. ക്രിസ്തുവിനുള്ളവർക്ക് കർത്താവെ ഉള്ളവർക്ക് കഷ്ടതയുണ്ടെന്ന് മുതൽ കാര്യങ്ങൾ കേൾക്കുവാനിടയല്ല കർത്താവെ. കഷ്ടതകളെല്ലാം ഞങ്ങൾ ഈ ദിവസങ്ങളിൽ സഹിക്കുവാനുള്ള കൃപ തരേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഏത് സമയത്തായാലും അങ്ങയുടെ വചനത്തിന് കർത്താവെ പ്രസംഗിക്കുവാൻ ഞങ്ങൾക്ക് അതിനായുള്ള കൃപയെ ദൈവം ഈ ദിവസങ്ങളിൽ തരേണ്ടതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അപ്പച്ചാ ഈ ദോഷങ്ങളിൽ അന്ത്യകാലത്ത് അനേകർ എഴുന്നേറ്റിരിക്കുന്നല്ലോ കർത്താവെ. അനേക കള്ള പ്രവാചകന്മാർ എഴുന്നേറ്റിരിക്കുന്ന കാലമാണല്ലോ കർത്താവെ. ഈ ദിവസങ്ങളിൽ അങ്ങയുടെ കരം വെളിപ്പെടണതിനായി പ്രാർത്ഥിക്കുന്ന അപ്പച്ചാ. വചനം കർത്താവെ വചനമായി പറയത്തക്ക രീതിയിൽ വചനത്തിന് ആത്മീയ സത്യങ്ങളെ വെളിപ്പെടുത്തുവാന്, വിശ്വാസികളെ കർത്താവെ അപ്പാ ശിക്ഷിക്കുവാൻ, വചനത്തിൽ ശിക്ഷിക്കുവാനുള്ള ദൈവ കൃപ കർത്താവെ ഓരോരുത്തർക്കും ദൈവം കൊടുക്കണമെന്നാ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. പൊത്തുപരമായി പോകുവാനല്ല കർത്താവെ, ഏതോ കൂടി വന്ന് കർത്താവെ ഏതോ പറഞ്ഞിട്ട് പോകുവാനല്ല കർത്താവെ. ആടുകളെ നല്ല വഴിയിൽ മേയിച്ചു കൊണ്ടുപോകാനുള്ള ദൈവ കൃപ ഓരോ അഭിഷേകന്മാർക്കും ദൈവം പകരണതിനാ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. സത്യത്തിന് വേണ്ടി എല്ലാവരും നിലനിൽക്കട്ടെ കർത്താവെ. ഈ ദിവസങ്ങളിൽ ദൈവം സഹായിക്കണതിനാ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളെ സമർപ്പിക്കും. ഇത്രത്തോളം നേരം അങ്ങയുടെ പാദപടത്തിലായിരിക്കുവാൻ ദൈവങ്ങളെ ബലപ്പെടുത്തുന്നതിനായി സ്തോത്രം. സംസാരിപ്പാൻ ബലപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങളെ താറ്റുന്നു, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. വൈദ്യുത പ്രാർത്ഥനയ്ക്കായി ഏൽപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കണമേ. ഏറ്റവും കൂടുതലാക്കി അനുഗ്രഹമാക്കി ദൈവാത്മാവ് തീർക്കേണ്ടതിനാ ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. വലിയ ദൈവസാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിൽ ഇറങ്ങി വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങളെ പ്രാർത്ഥനകളെല്ലാം അനുഗ്രഹിക്കണമേ. ഏറ്റവും കൂടുതലാക്കി സ്വർഗം മാറ്റുന്നതിനായി സ്തോത്രം. ദൈവകരങ്ങളെ സമർപ്പിക്കുന്ന പകൽക്കാലം നിങ്ങളെ ഓൺലൈനിൽ കൂടെ കർത്താവേ അപ്പാ ഈ മെസ്സേജ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവരെയും ദൈവകരങ്ങളെ സമർപ്പിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാവർക്കും കൂടുതലാക്കി അനുഗ്രഹമാക്കി ദൈവാത്മാവ് മാറ്റണമെന്നതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രാർത്ഥന അപേക്ഷിച്ച എല്ലാ വിശുദ്ധന്മാർക്കായി, കുടുംബങ്ങൾക്കായി, വിശ്വാസികൾക്കായി എല്ലാം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. എല്ലാവരെയും കർത്താവ് മാനിക്കണതിനായി ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. അപ്പന്റെ കരം ഇന്ന് പകൽക്കാലം വെളിപ്പെടുന്നതിനായി ഞങ്ങൾ സ്വർഗവാൻ കാര്യങ്ങളെ ചെയ്യുന്നതിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്ന കർത്താവ്. ഇപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു പോകുന്നു. പിരിയാത്ത ദൈവസ്ഥാനത്തുള്ള ദൈവം ഞങ്ങളെ പുതിയതിനായി സ്തോത്രം. ദൈവകരങ്ങളെ സമർപ്പിക്കുന്ന പ്രാർത്ഥന യാതൊരു വിലങ്ങിടതിനായി സ്തോത്രം. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ. പ്രാർത്ഥന സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം.